Hi friends, ഞാൻ MSc മാത്സ് കഴിഞ്ഞു, ഹൗസ് വൈഫാണ്. അതോടൊപ്പം തന്നെ ജോബിന് വേണ്ടി PSC ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. PSC നമ്മൾ വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ ജോബ് ലഭിക്കാതിരിക്കും. അതൊരു ലക്കി ഫാക്റ്റാണ് അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നമ്മളുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാമെന്ന്. എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് മാത്സിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാമെന്നുള്ളത്. എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നി? അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അറിവ് ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിലുപരി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഉറപ്പായും യൂസ്ഫുൾ ആകും. ഇൻട്രൊഡക്ഷൻ ഞാൻ ലെങ്തി ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് മെൻഷൻ ഇൻ കമൻറ്റ് ബോക്സ്. അപ്പോൾ എന്താണ് മാത്സ്? ഇൻ മൈ ഇൻട്രൊഡക്ഷൻ, human balancing is mathematics. Because each individual's life running schedule, that is mathematics. Right or wrong? So, mathematics, heartbeat of brilliance. ഇതാണ് എൻ്റെ ചാനലിൻ്റെ പേര്, മാത്തമാറ്റിക്സ് heartbeat of brilliance. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് മാത്തമാറ്റിക്സ് എന്നുള്ളൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ ഏത് ഫ്രണ്ട്സിനോട് ചോദിച്ചാലും അവർ പറയും. ഫസ്റ്റ് തന്നെ പറയാറുണ്ട്, വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? മാത്തമാറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഷേപ്സ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും സ്റ്റഡി ഓഫ് നമ്പേഴ്സും സ്റ്റഡി ഓഫ് ഷേപ്സും മാത്രമാണോ മാത്തമാറ്റിക്സ്? അല്ല, അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്നാലും നമുക്ക് അതിൽ ഒതുങ്ങുന്നതല്ല മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഡെഫിനിഷൻ. നമുക്ക് അങ്ങനെ മാത്രം പറയാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയാണ്. മലയാളത്തിൽ അളവ് തൂക്കപരമായിട്ടുള്ള പഠനം എന്ന് പറയും. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി, അളവ് തൂക്കപരമായിട്ടുള്ള പഠനം. അപ്പൊ നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എങ്ങനെ പറയാം? Quantitative study of anything in the universe. Quantitative study of anything in the universe is called mathematics. അപ്പോൾ എങ്ങനെ പറയാം? Quantitative study of anything in the universe is called mathematics. നമ്മുടെ ലോകത്തിലെ, നമ്മുടെ പ്രപഞ്ചത്തിലെ, നമ്മുടെ യൂണിവേഴ്സിലെ ഏതൊരു വസ്തുവിനെ കുറിച്ചുമുള്ള ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി, അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എനിത്തിങ് എന്ന് പറയുമ്പോൾ അത് എന്തുമാകാം, നമ്മുടെ ഭൗമോപരിതലത്തിന് കീഴിലുള്ള എന്തുമാകാം. ഓക്കെ, അപ്പൊ ഇതാണ് മാത്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ടുഡേ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് നാച്ചുറൽ നമ്പേഴ്സ്. നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽസ്, ഇറാഷണൽസ്, റിയൽ നമ്പേഴ്സ്, ദ ഹോൾ കോംപ്ലക്സ് പ്ലെയിൻ, കോംപ്ലക്സ് നമ്പേഴ്സ്. ഇങ്ങനെയാണ് നമ്പർ സിസ്റ്റത്തിന്റെ ഒരു കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് മലയാളത്തില് എണ്ണൽ സംഖ്യകൾ എന്ന് പറയും, അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സിന്റെ മറ്റൊരു പേരിനാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ദ ബേസിസ്. നാച്ചുറൽ നമ്പേഴ്സ് ആണ് ബേസ് എന്ന് പറയുന്നത്. കാരണം ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ കുറേയധികം നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ള നമ്പർ സിസ്റ്റംസ് ഒക്കെ കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് ആർ ദ പാർട്ട് ഓഫ് നമ്പേഴ്സ് which is used for counting. Natural numbers are the part of numbers which is used for counting and ordering. അപ്പോൾ natural numbers are the part of numbers which is used for counting and ordering. ഫസ്റ്റ് നമ്മൾ കൗണ്ടിങ് എടുക്കുന്നു. അറിയാവുന്ന കാര്യമാണ്, പേരിൽ തന്നെയുണ്ട് കൗണ്ടിങ്. എണ്ണൽ സംഖ്യ എന്തിനാണ്? എണ്ണാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, there are 6 coins on the table. There are 6 coins on the table. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? കൗണ്ട് ചെയ്താൽ പറഞ്ഞത്. ആർക്കായാലും അങ്ങനെ പറയാൻ പറ്റും, കൗണ്ട് ചെയ്താൽ പറഞ്ഞത് അല്ലേ? There are 6 coins on the table. ഇനി അതുപോലെ പറയാണ്, there are 100 apples on the table. 100 apples on the table. അത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കൗണ്ട് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഒരു 100 ആപ്പിൾസിൽ നിന്നും ഒരു 10 ആപ്പിൾസ് കൗണ്ട് ചെയ്തെടുക്കാൻ പറയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്നെ എടുക്കാനായിട്ട്. ഇനി ഒരു 25 ആപ്പിൾസ് എടുക്കാൻ പറഞ്ഞാലും എടുക്കും. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 7.1 ആപ്പിൾസും കൗണ്ട് ചെയ്തെടുക്കാൻ പറയണം. പറ്റുമോ? അല്ലെങ്കിൽ ഒരു 6.2 ആപ്പിൾസും എടുക്കാൻ പറയും. പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? ഈ പോയിന്റ്സ് വരുന്ന നമ്പേഴ്സ് ഒന്നും എന്തല്ല? നാച്ചുറൽ നമ്പേഴ്സ് അല്ല. പോയിന്റ്സ് വരുന്ന നമ്പേഴ്സ് ഒന്നും എന്തല്ല? നാച്ചുറൽ നമ്പേഴ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ? 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ? ഞാൻ പറയുകയാണെങ്കിൽ ഒരു 0 ആപ്പിൾസും കൗണ്ട് ചെയ്തെടുക്കാൻ പറയണം. പറ്റുമോ? പറ്റത്തില്ല. പറ്റത്തില്ല അല്ലേ? കാര്യം എന്താ? If we combine 0 with these numbers 1, 2, 3, etc., it become a natural number. അല്ലേ? If we combine 0 with these numbers 1, 2, 3, etc., it become a natural number. But 0 ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. It has a null value. 0ക്ക് എന്താണ് ഒരു null value എന്നുള്ളത്? ഓക്കെ, അപ്പൊ 0 is not a 0 എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല എന്നാ പറഞ്ഞേ. കിട്ടി കാണുമല്ലോ. ഓക്കെ, അപ്പൊ 0 is not a നാച്ചുറൽ നമ്പർ. അപ്പൊ കൗണ്ടിങ് എന്ന് പറയുന്ന സെക്ഷൻ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ ആണ് എന്താണ്? ഓർഡറിങ് അല്ലേ? ഓർഡറിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓർഡറിങ്. ഇപ്പോ ഒരു 10 സ്റ്റുഡൻസ് ലൈൻ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സ്റ്റുഡൻസ് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ പറയാണ്, രാമു ഈസ് സ്റ്റാൻഡിങ് in the 9th position from front. Ramu is standing in the 9th position from front. അല്ലേ? ഫ്രണ്ടിൽ നിന്നും 9th പൊസിഷനിലാണ് രാമു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാമു ഇവിടാണ് നിൽക്കുന്നത്. എന്താണ് രാമു അല്ലേ? ഫ്രണ്ടിൽ നിന്നും 9th പൊസിഷനിലാണ് രാമു നിൽക്കുന്നത്. ഈ ഒരു ലൈനിൽ എന്ന് പറഞ്ഞാൽ രാമു എവിടെയാണ് നിൽക്കുന്നത്? ഇതാണ് ഫ്രണ്ട്. നോക്കൂ, ഇവിടെയാണ് രാമുവിന്റെ പൊസിഷൻ. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ലൈനിൽ രാമുവിന്റെ ഓർഡറാണ്. രാമുവിന്റെ ഓർഡറിൽ നിൽക്കുന്നു. ഇവിടെയാണ് രാമു നിൽക്കുന്നത്. അതുപോലെ ഞാൻ പറയുന്നു, സീത ഈസ് സ്റ്റാൻഡിങ് in the 10th position from front. അങ്ങനെയാണെങ്കിൽ ഇവിടാണ് സീത നിൽക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? അതുപോലെ ഞാൻ പറയാണ്, ഡൽഹി ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ഇൻ 2021. Delhi is the second largest populated city in 2021. അപ്പോൾ ഡൽഹിയുടെ ഓർഡറാണ് പറയുന്നത്. ഒത്തിരി സിറ്റീസ് ഉണ്ട്, അതില് ഡൽഹിയുടെ ഓർഡറാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡറിങ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് which is used for counting and ordering. അപ്പോൾ ആ രണ്ട് സെക്ഷനും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ഇനി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. The set of natural numbers is denoted by this letter, capital letter N. ഇവിടെ ഇങ്ങനെ ഒന്ന് കൽപ്പിച്ചു കൊടുക്കും.
ഈ ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. The set of natural numbers is denoted by this letter capital N. അപ്പോൾ ഞാൻ അവിടെ ഒരു വേർഡ് പറഞ്ഞു സെറ്റ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ എന്താണ് സെറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സെറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് എന്താണെന്ന് നോക്കാം. Set. A set is a well-defined collection of distinct objects within the curly brackets. Within the curly brackets. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A set is a well-defined collection of distinct objects. കുറേയധികം ഓബ്ജക്ട്സിന്റെ ഒരു കളക്ഷൻ, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ, സിംപ്ലി കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, അതാണ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിത്തിൻ ദി കേളി ബ്രാക്കറ്റ്, ഈ രണ്ട് കേളി ബ്രാക്കറ്റിനകത്ത് വരുന്ന കുറേയധികം ഓബ്ജക്ട്സിന്റെ കളക്ഷൻ, അതാണ് സിംപ്ലി സെറ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ ഓബ്ജക്ട്സ് ആർ കാൾഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി സെറ്റ് ഓർ ദി എലിമെന്റ്സ് ഓഫ് ദി സെറ്റ്. അപ്പോൾ ആ ഓബ്ജക്ട്സിനെ, ഈ കേളി ബ്രാക്കറ്റിനകത്തുള്ള ഓബ്ജക്ട്സിന് നമ്മൾ എന്ത് പറയും? എലിമെന്റ്സ് ഓഫ് ദിസ് സെറ്റ്, അല്ലെങ്കിൽ എന്ത് പറയും? മെമ്പേഴ്സ് ഓഫ് ദി സെറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ, അപ്പം ഞാൻ പറഞ്ഞു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞു. ഈ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് എന്തുമാകാം, നമ്പേഴ്സ് മാത്രമാകണമെന്നൊന്നുമില്ല. നമുക്ക് നോക്കാം. Let A is equal to set A, B, C, D. ഇതൊരു സെറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റാണ്. A is the set of എന്താണ്? ആൽഫബറ്റ്സ്. A എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആൽഫബറ്റ്സിന്റെ ഒരു സെറ്റാണ്. അടുത്തൊരു സെറ്റ് B is equal to set എന്താണ്? 1, 3, 5, 7 etc. അപ്പം B the set of ഇതിന്റെ സെറ്റാണ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഓഡ് നമ്പേഴ്സിന്റെ സെറ്റാണ് B എന്ന് പറയുന്നത്. ശരിയല്ലേ? അടുത്തത് C എന്ന് പറയുന്ന വേറൊരു സെറ്റ് എടുക്കുന്നു. ഇതെന്താണ്? ഞാൻ പറഞ്ഞു ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് എന്തുമാകാം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പം സി വിത്ത് എ സെറ്റ് ഓഫ് എന്താണ്? കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സിന്റെ ഒരു സെറ്റാണ്. നോക്കൂ, വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, ഇൻഡിഗോ, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫബറ്റ്സിന്റെ സെറ്റ് ഉണ്ട്, ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ് ഉണ്ട്, കളേഴ്സിന്റെ സെറ്റ് ഉണ്ട്. ഇനി നമുക്ക് വേറെ സെറ്റ് നോക്കാം. Set A is equal to set of all x such that x is equal to some 2n. N varies from 1 less than or equal to n less than or equal to 4. Another set. ഇതൊരു സെറ്റാണ്. എന്താണ് സെറ്റ്? സെറ്റ് A is equal to set of all x. കുറേയധികം എക്സുകളുടെ കളക്ഷൻ ആണ്. എങ്ങനെയുള്ള എക്സുകളാണ്? x is equal to some 2n. X is equal to some 2n. ഇനി n varies from 1 to 4 അല്ലേ? അപ്പൊ 1നും 4നും ഇടയ്ക്കാണ് n vary ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ദീസ് 1 and 4. അപ്പൊ ഈ സെറ്റിലെ എലമെന്റ്സ് എന്തായിരിക്കും നമുക്ക് നോക്കാം. which is equal to set. അപ്പോൾ n varies from n-ന് കൊടുക്കാൻ പറ്റുന്ന വിലകൾ ഏതൊക്കെയാണ്? വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3 and 4 അല്ലേ? ഈ 4 വാല്യൂസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ put n is equal to 1. put n is equal to 1. n-ന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 21, 2 അല്ലേ? put n is equal to 2. n-ന് 2 കൊടുക്കുന്നു. എന്ത് കിട്ടും? x is equal to 4. put n is equal to 2, then we get x is equal to 4. put n is equal to 3, then x is equal to 6. put n is equal to 4, we get x is equal to 8. നോക്കൂ, അപ്പോൾ എന്തിന്റെ സെറ്റ് ആണ്? ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. A be the set of even numbers. A ഇതിന്റെ സെറ്റ് ആണ്, ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന
ഒരു വേർഡ് എനിക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. എന്താണ് സെറ്റ് എന്നുള്ളത് ക്ലിയർ ആയി കാണും അല്ലേ? പിന്നെ ഡീപ്പായിട്ട് ഞാൻ ഈ ഒരു പോർഷനിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു പോർഷൻ ആണ്. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ.